Hi students, welcome back to our English class for 5th standard students. Okay, let us start our next lesson. That is a poem. What is the name of the poem? Bad Company. Bad Company. ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയമാണ്. ഇതൊരു പോയം എന്ന് പറയുന്ന പോയത്തിനകത്ത് ഒരു സ്റ്റോറി. ഓക്കെ, പോയത്തിനകത്ത് ഒരു സ്റ്റോറി വരുന്നുണ്ട്. അതൊരു മെസ്സേജ് തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇടപെടുന്ന മേഖലകൾ എപ്പോഴും ഒരിക്കലും ഒരു ബാഡ് കമ്പനിയിൽ ചെന്ന് പെടരുത്. അതായത് നമ്മൾ എപ്പോഴും നല്ല കൂട്ടുകാർ അല്ലെങ്കിൽ നല്ല ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ ആയിരിക്കണം. അപ്പൊ ബാഡ് കമ്പനി, ഇവിടെ ഒരു പാരന്റ് ഒരു ബാഡ് കമ്പനിയിൽ എത്തപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്കെ, അപ്പൊ ഈ പോയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ പോയ ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിലുള്ള ആളുകളാണ് ഫാമർ ഉണ്ട്, ദെൻ ഒരു ഫാമറിന് ഒരു പാരറ്റ് ഉണ്ട്, ദെൻ ഫാമേഴ്സ് ചിൽഡ്രൻ, ഫാമേഴ്സിന്റെ കുട്ടികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ദെൻ ക്രോസ്. ഓക്കെ, ക്രോ. അപ്പൊ ഇവരാണ് ഇതിലെ ആളുകൾ. ഓക്കെ, ഈ സ്റ്റോറിയിലെ ആളുകളാണ് ഈ പറഞ്ഞ farmer, parrot, children, farmer's children, then crows. Okay, then ഈ poem ഒരു quatrain ആണ്. What is it by quatrain? അതായത് ഈ poem 7 stanza ഉണ്ട്. ഒന്ന് എഴുതി നോക്കിയേ. Take your text. 1, 2, 3, 4, 5, 6, 7. നമ്മളൊരു poem ഒക്കെ പഠിക്കുമ്പോൾ ചുമ്മാ ഒരു സ്റ്റോറി പഠിക്കുക അല്ലെങ്കിൽ ആ പോയം വായിക്കുക, ഫോക്കസ് ആൻസർ പഠിക്കുക, ഇങ്ങനെയല്ല. ഒരു പോയം എന്ന് പറയുമ്പോൾ അതിന് ചില ചിട്ടകൾ അല്ലെങ്കിൽ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രീതികളുണ്ട്, ഇതെല്ലാം പഠിക്കണം. അതാണ് പോയം പഠിക്കുന്നത്. അല്ലെ പിന്നെ സ്റ്റോറി പറഞ്ഞാൽ പോലെ. അതുകൊണ്ട് ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഈ പോയം 7 stanza ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് എന്നെ നോക്കിക്കോ. ഓക്കെ, 7 stanza. ഈ 7 stanzയിലെ ഓരോ സ്റ്റാൻസയും 4 ലൈൻസ് ആണ്. അല്ലെ, 4 ലൈൻസ് കൂടുമ്പോഴാണ് ഒരു സ്റ്റാൻസയാണ്. അങ്ങനെ 7 stanza. അപ്പൊ 4 ലൈൻസ് കൂടി ഒരു സ്റ്റാൻസ ആകുന്നതിനാണ് എന്ന് പറയുന്നത് ക്വാട്രൈൻ. ക്ലിയർ ആയോ? ക്വാട്രൈൻ. അപ്പൊ ഇതിലെ ഓരോ സ്റ്റാൻസ എന്താണ്? ക്വാട്രൈൻ ആണ്. ഇനി ഇതിനകത്ത് റൈം പാറ്റേൺ, അതായത് ഈ പോയത്തിന്റെ റൈം പാറ്റേൺ നോക്കിയേ. AABB എന്നുള്ള സ്റ്റൈലാണ്. അതായത് AABB എന്ന് പറഞ്ഞാല് നോക്കിയേ, ഫസ്റ്റ് ആൻസർ എടുത്ത് നോക്കിയാൽ ഗ്രീൻ സീൻ, രണ്ടും ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ ഗ്രീൻ എന്നതിന് നമ്മൾ എ എന്ന് കൊടുത്താൽ സീൻ എന്നതിന് എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ദെൻ അടുത്തത് ട്രീ, അത് വേറെ അല്ലേ, ഗ്രീനും അല്ല സീനും അല്ല. അപ്പം അതിന് നമ്മൾ ബി എന്ന് കൊടുക്കും. ട്രീ. അടുത്തത് നോക്കിയാൽ ബി, ട്രീ ബി, രണ്ടും ഒരേ പ്രൊനൗൺസിയേഷൻ. അപ്പം AABB. അതാണ് ഇതിന്റെ റൈം പാറ്റേൺ. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച പോയൊക്കെ എടുത്ത് നോക്കുക, എന്നിട്ട് അത് ഏത് പാറ്റേൺ ആണ് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ABB ആയിരിക്കണമെന്നില്ല, ചിലതെങ്ങനെയായിരിക്കും AB ആയിരിക്കും. AB അതായത് ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും ഒരുപോലെ വന്ന് എൻഡ് ചെയ്യും. ദെൻ തേർഡ് ലൈനും ഫോർത്ത് ലൈനും ഒരുപോലെ വന്ന് എൻഡ് ചെയ്യും. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയ എടുത്ത് വെച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പോയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാട്രൈൻ. ഓക്കെ, ക്വാട്രൈൻ ആണ്. റൈം പാറ്റേൺ എന്താണ്? AABB. ക്ലിയർ? ദെൻ here are some new words: blink, chatter, hurt to be, hope, fail, whoever you be, shine. Once more: blink, chatter, hurt to be, hope, fail, whoever you be, shine. Okay, let us start. Take your text. A parrot, red and blue and green, was at farmhouse often seen. He flew about from tree to tree, as blithe and happy as could be. Okay, another new word വരുന്നുണ്ട്, blithe. Happy and not worried about anything. ഒന്നിനെ കുറിച്ചും ഒരു ടെൻഷൻ ഒന്നുമില്ല, വളരെ ഹാപ്പി ആയിട്ട്, ഒന്നിനെക്കുറിച്ച് ഒരു ആകുലതകളില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. അതാണ് ബ്ലിത്ത്. എ പാരറ്റ്, ഇവിടെ ആദ്യം പറയുന്ന ഒരു പാരറ്റാണ്. പാരറ്റ് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പാരറ്റാണ്. കളേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇങ്ങനെ എല്ലാ കളറും ആ പാരറ്റിൻ്റെ ശരീരത്തിലുണ്ട്. വാസ് അറ്റ് ഫാം ഹൗസ്, അതെവിടെയാണ്? ഒരു കർഷകൻ വളർത്തുന്നതാണ് ഫാം ഹൗസ് ഓഫൻ സീൻ.
ഹി ഫ്ലൂ അബൌട്ട്, ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലോട്ട് പറന്ന് നടന്ന് വളരെ ഹാപ്പി ആയിട്ട്, ആസ് ബ്ലിത്ത് ആൻഡ് ഹാപ്പി ആസ് കുഡ് ബി, ഒന്നിനെക്കുറിച്ചും ഒരു ടെൻഷനും ഇല്ലാതെ പറന്ന് നടന്ന ഒരു പാരറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ കാണുന്നത്. Then second stanza. One day the crows pulled up the wheat and Paul എന്നാണ് ഈ പാരറ്റിൻ്റെ പേര്. പാരറ്റ്, what's the name of the parrot? Paul. And Paul too helped to pull and eat. അപ്പം ഒരു ദിവസം കുറച്ച് കാക്കകൾ ഈ ഫാമറിൻ്റെ ഗോതമ്പൊക്കെ, അതായത് വീറ്റൊക്കെ തിന്നാനായിട്ട് കുറച്ച് കാക്കകൾ വന്നു. ആൻഡ് പോൾ ടു ഹെൽപ്പ് ടു പുൾ ആൻഡ് ഈറ്റ്. ഈ പോൾ, അതായത് ഈ തത്തയും കൂടി, തത്ത ആരുടെയാണ്? കർഷകൻ്റെയാണ്. അപ്പോൾ തത്തയും കൂടി ഇവരുടെ കൂടെ കൂടി, ഈ കമ്പനിയിൽ കൂടി അവരുടെ കൂടെ അത് ഈ ഗോതമ്പ് തിന്നുകയും അവരുടെ കൂടെ അത് നശിപ്പിക്കുകയും ചെയ്തു. ഹി ചാറ്റഡ് ടു ദ ഫാമേഴ്സ് ഫോഴ്സ്. ചാറ്റഡ് മീൻസ് ടോക്ക് ടു ദ ക്രോസ്. ഇവിടുത്തെ അർത്ഥമാണ് കാക്കകളോട് സംസാരിച്ചു. ഹി ചാറ്റഡ് ടു ദ ഫാമേഴ്സ് ഫോഴ്സ്, അതായത് ഈ പാരറ്റ് ഫാമേഴ്സ് ഫോഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ ഫോ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. ഫാർമറിൻ്റെ ശത്രുക്കളാണ് ആര്? കാക്കകൾ, അല്ലേ? അപ്പോൾ ഈ കാക്കകളുമായിട്ട് ചങ്ങാത്തം കൂടി അവരുമായിട്ട് ചാറ്റേഡ്, അവരുമായിട്ട് സംസാരിച്ചു. ആര്? നമ്മുടെ പാരറ്റ്. ആൻഡ് ഡിഡ് മോർ ഡാമേജ് ദാൻ ദ ക്രോസ്. ക്രോസ് ഇത് കൊത്തി തിന്ന് മുഴുവൻ ഡാമേജ് എന്ന് പറഞ്ഞാൽ നാശനഷ്ടമുണ്ടാക്കി. പക്ഷേ അതിൽ കൂടുതലായിട്ട് ക്രോ ഉണ്ടാക്കിയതിലും കൂടുതൽ നാശനഷ്ടങ്ങളാണ് ആരുണ്ടാക്കിയത്? നമ്മുടെ പാരറ്റ് അങ്ങനെ ചെയ്യാവോ? പാരറ്റിൻ്റെ തന്നെ അല്ലേ സ്വന്തം സ്ഥലത്ത് എന്ത് ചെയ്തു? ക്രോയേക്കാൾ കൂടുതൽ നാശങ്ങൾ ഉണ്ടാക്കി. ദ ഫാമർ ബ്രോട്ട് ഹിസ് എയർ ഗൺ ആൻഡ് ബാങ്. പെട്ടെന്ന് ഇത് കണ്ട്, ഇപ്പോൾ പാരറ്റിനെ കാണുന്നില്ല. ദ ഫാമർ ബ്രോട്ട് ഹിസ് എയർ, തൻ്റെ തോക്കെടുത്ത് വെടിവെച്ചു. ഓൾ അറൗണ്ട് ദ ഗൺ ഷോട്ട് റാങ്. എന്ത് സംഭവിച്ചു? വെടിവെപ്പ് മുഴങ്ങി. നോ മോർ ഓൺ ഹൈ ദ പാരറ്റ് റോസ്. മുകളിലേക്ക് ആര് പറന്നു വന്നില്ല? പാരറ്റ് പറന്നു വന്നില്ല. ബട്ട് വൂണ്ടഡ് ലേ എമംഗ് ദ ക്രോസ്. ക്രോസിൻ്റെ ഇടയിൽ മുറിവേറ്റ് ആര് കിടക്കുന്നു? നമ്മുടെ പാരറ്റ് കിടക്കുന്നു. അത് ആർക്കിട്ട് കൊണ്ടു? പാരറ്റിനിട്ടാണ് കൊണ്ടത്. ദ ഫാമേഴ്സ് ചിൽഡ്രൻ വെന്റ് ടു സീ ഹൗ പോൾ ഹാഡ് ഹാപ്പൻഡ് ഹർ ടു ബി ബാഡ് കമ്പനി. ദ പാരറ്റ് സെഡ് ആൻഡ് സാഡ്ലി ഷുക്ക് ഹിസ് വൂണ്ടഡ് ഹെഡ്. ഫാമേഴ്സിൻ്റെ കുട്ടികൾ ഇവനെ കാണാൻ പോയി. ഹൗ പോൾ ഹാഡ് ഹാപ്പൻ, പോളിന് എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് അവർ ചെന്നു. ഹേർട്ട് ടു ബി എ പോയറ്റിക് വേ ഓഫ് സെയിങ് ടു ഗെറ്റ്. ഒരു പോയറ്റിക് വേർഡാണ് ഹേർട്ട് ടു ബി. എന്താണ് സംഭവിച്ചത്? എന്ത് മുറിവാണ് പറ്റിയത്? എന്ത് സംഭവിച്ചു എന്നറിയാൻ ചെന്നു. അപ്പോൾ എന്താണ് പാരറ്റ് പറഞ്ഞത്? ബാഡ് കമ്പനി, അഴുക്കു കൂട്ടുകെട്ട്, അല്ലേ? പാരറ്റ് സെഡ് ആൻഡ് സാഡ്ലി ഷുക്ക്. എന്നിട്ട് സങ്കടത്തോടുകൂടി ഷുക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആട്ടുക, തലയാട്ടുക. ഷുക്ക് ഹിസ് വൂണ്ടഡ് ഹെഡ്, തലയ്ക്കാണ് മുറിവ് പറ്റിയത്. ആ മുറിവ് വെച്ച് കെട്ടി, നമുക്കത് ഈ പിക്ചറിനകത്ത് കാണാൻ പറ്റും. മുറിവ് ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ആ വെച്ച് കെട്ടിയിരിക്കുന്ന തല കൊണ്ട് എന്ത് ചെയ്തു? ഹി ഷുക്ക് ഹിസ് ഹെഡ്. അവൻ്റെ തലകൾ ആട്ടി. നെക്സ്റ്റ് ആൻസർ. പോൾ സൂൺ ഗ്രോ വെൽ ആൻഡ് ഹോപ്ഡ് അബൌട്ട്. അപ്പം പതുക്കെ നമ്മുടെ പാരറ്റ് എന്ത് ചെയ്തു? പോള് പതുക്കെ റിക്കവർ ആകാൻ തുടങ്ങി. ബട്ട് ഓഫൻ വെൻ ദ ചിൽഡ്രൻ ഷൗട്ട്, കുട്ടികൾ ഒച്ച വെക്കുന്നതൊക്കെ കാണുമ്പോൾ, ഹി വിൽ പേർച്ച് അപ്പോൺ ദ നിയറസ്റ്റ് ട്രീ. അപ്പം മരത്തേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നുകൊണ്ടിരുന്ന പാരറ്റാണ്, അല്ലേ? അപ്പോൾ പേർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇടം, ഒരു സ്ഥലം എന്നൊക്കെയാണ്. ഹി പേർച്ച് അപ്പോൺ ദ നിയറസ്റ്റ് ട്രീ ആൻഡ് സാഡ്ലീസ്. എന്നിട്ട് തന്നെതാൻ പറയും, ബാഡ് കമ്പനി. അല്ലാതെ എന്നാ പറയാൻ? അഴുക്ക് കൂട്ടുകെട്ടി ഞാൻ പെട്ടതാണ്, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവും വരത്തില്ലായിരുന്നു. വീണ്ടും സ്ട്രെസ് ചെയ്ത് പറഞ്ഞു, ബാഡ് കമ്പനി. ഹി ഫെയിൻ വുഡ് സേ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ബാഡ് കമ്പനി. കോസ് മീ എ ബ്രോക്കൺ ഹെഡ് വൺ ഡേ. അതായത് എൻ്റെ തല പൊട്ടിച്ച ഒരു ദിവസം കൊണ്ടുവന്നത് എന്താണ്? ഈ ബാഡ് കമ്പനിയാണ്. റിമെമ്പർ ദിസ് ഹൂഎവർ യു ബി. അപ്പം നമ്മളോടാണത് പറയുന്നത്. റിമെമ്പർ ദിസ്, ഇത് ഓർക്കുക. ഹൂഎവർ യു ബി, നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഏത്
ആളുകളും ആയിക്കോട്ടെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, ആൻഡ് എവർ ഷൻ ബാഡ് കമ്പനി, ഒരിക്കലും, അതായത് ബാഡ് കമ്പനിയിൽ അകപ്പെടരുത്. ടു അവോയ്ഡ് നോയിങ്ലി, നമ്മൾ ബാഡ് കമ്പനിയാണ്, നമ്മുടെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ അഴുക്ക് കൂട്ടുകെട്ടാണ് എന്നറിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക. ഷൻ മീൻസ് അവോയ്ഡ് ചെയ്യുക. ലാസ്റ്റ് ആൻസർ, ബാഡ് കമ്പനി, ദ ഫാമേഴ്സ് സെഡ് as Paul was carried off to bed. അപ്പോൾ ഫാമറും ഇടയ്ക്ക് വന്ന് പറയും, എന്താണ് പറഞ്ഞത്? ബാഡ് കമ്പനി, അഴുക്ക് കൂട്ടുകെട്ട്. പോളിനെ ഇങ്ങനെ ബെഡിലാക്കാനായിട്ട് കാരണം എന്താണ്? ഈ ബാഡ് കമ്പനിയാണ്. ഹാഡ് യു നോട്ട് വിത്ത് ദ ക്രോസ് ബീൻ ഫൗണ്ട് യു സ്റ്റിൽ വുഡ് ബി ഓൾ സേഫ് ആൻഡ് സൗണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ക്രോ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ശത്രുക്കളെന്നാണ്. നമ്മൾ ഇതുപോലെ ശത്രുക്കളെ കണ്ട് മനസ്സിലാക്കി വെക്കുക. അവരുടെ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താണ്? യു സ്റ്റിൽ വുഡ് ബി ഓൾ സേഫ് ആൻഡ് സൗണ്ട്. സേഫ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജ്ജസ്വലരും ആരോഗ്യവാന്മാരുമായിട്ട് സുരക്ഷിതരായിട്ട് കണ്ടേനെ. പോയ ഇഷ്ടപ്പെട്ടോ? ഈ പോയത്തിലെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി ഞാൻ പറയുന്നത്, ഇപ്പൊ സ്റ്റോറി മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമ്മുടെ ബാലറ്റിന് പറ്റിയ അബദ്ധം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പറയുന്നത് ഏറ്റവും അവസാനം പറയുന്നത്, നിങ്ങൾ ഊർജ്ജസ്വലരും എന്താണ് സേഫ് ആൻഡ് സൗണ്ട് സുരക്ഷിതരുമായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ക്രോസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ മുമ്പിലുള്ള ക്രോസിൽ നിന്ന് നമ്മുടെ കാലുകളെ ഓടിക്കാനായിട്ടല്ല പറഞ്ഞത്. ക്രോസ് മീൻസ് ഫോഴ്സ്, ശത്രുക്കൾ. അപ്പം അവരുടെ ഇടയിൽ പെടാതെ നമ്മൾ അത് ശരിക്കും മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ ഇതിനകത്ത് പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സേഫ് ആൻഡ് സൗണ്ട്. സേഫ് ആൻഡ് സൗണ്ട്, സേഫ് ആയിട്ടിരിക്കുക, സൗണ്ട് ആയിട്ടിരിക്കുക. സേഫ് ആൻഡ് സൗണ്ട് ഒരു എക്സ്പ്രഷനാണ്. അതായത് സേഫ് എന്ന് പറയുന്നത് സുരക്ഷിതരായിട്ട്, സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ട് അല്ല. പക്ഷെ സേഫ് ആൻഡ് സൗണ്ട് എന്ന് പറയുമ്പോൾ ഊർജ്ജസ്വലരും നല്ല മിടുക്കന്മാരും ഊർജ്ജസ്വലരും അതുപോലെ സുരക്ഷിതരുമായിട്ട് ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇതുപോലെ ഒരു പ്രത്യേക മീനിങ് വരുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇത് ഒറ്റ വാക്കാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ഒരു കൺജങ്ഷൻ എന്ന് അറിയാലോ, ആൻഡ് ഓർ ബട്ട്, ഇതൊക്കെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഈ കൺജങ്ഷൻ ഇടയ്ക്ക് വരുന്ന വേർഡ്സ് ആണ്. അത് രണ്ട് വേർഡിന് ഇടയ്ക്ക് ഒരു കൺജങ്ഷൻ വരും. അങ്ങനെ വരുന്ന ഒറ്റ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ അതിന്റെ മീനിങ് പറയുന്നതാണ് ബൈനോമിയൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബൈനോമിയൽ എക്സ്പ്രഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു 5 ബൈനോമിയൽ എക്സ്പ്രഷൻസ് എഴുതാൻ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ ഉണ്ടെങ്കിൽ എഴുതാം. മോർ ഓർ ലെസ്, കൺജങ്ഷൻ വരുന്നത് മോർ ഓർ ലെസ്, വലുതോ അല്ലെ കൂടുതലോ കുറവോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അവിടെ കണ്ടോ വേറെ കൺജങ്ഷൻ വരുന്നു. ബൈ സ്റ്റെപ്പ്, ബിയർ ആൻഡ് ചിയർ, അപ്പ് ആൻഡ് ഡൗൺ, അതൊക്കെ ഒരുമിച്ച് പറയുന്നതാണ്. അത് ഒറ്റ ഇതാണ്, അപ്പ് ആൻഡ് ഡൗൺ, ലിറ്റിൽ ബൈ ലിറ്റിൽ. ഇപ്പൊ ഇതൊക്കെ എന്താണ്? എക്സ്പ്രഷൻസ് ആണ്. ഇതിനിടയ്ക്ക് കൺജങ്ഷൻസ് വന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബൈനോമിയൽ എക്സ്പ്രഷൻ. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാരണം ടെക്സ്റ്റിൽ ബൈനോമിയൽ എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോയത്തിനെ കുറിച്ച്, പോയത്തിന്റെ സ്റ്റോറി മനസ്സിലാക്കി അല്ലേ? അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. പിന്നെ ഞാൻ പിന്നെ പറയുന്നു, ഒരു പോയം നമ്മൾ പഠിക്കുമ്പോൾ അത് പരീക്ഷയ്ക്ക് വരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ബട്ട് എന്താണ് അതിന്റെ ആ പാറ്റേൺ അല്ലെ? റൈം പാറ്റേൺ AABB. ദെൻ ക്വാട്രൈൻ എന്താണെന്നാ പറഞ്ഞത്? 4 ലൈൻസ് കൂടി ഒരു സ്റ്റാൻസ ഫോം ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് എ ക്വാട്രൈൻ അല്ലെ? ഇവിടെ 7 സ്റ്റാൻസ ഉണ്ട്. ദെൻ ഈ പോയത്തിനകത്ത് പറയുന്ന ക്യാരക്ടറിന്റെ നെയിം എന്താണ്? പോൾ. ഓക്കെ, ദെൻ ബൈനോമിയൽ എക്സ്പ്രഷൻ ഏറ്റവും അവസാനം സേഫ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത് അത് ദാറ്റ് ഈസ് വൺ എക്സ്പ്രഷൻ, ഒറ്റ എക്സ്പ്രഷൻ ആണ്. ദാറ്റ് ഹാസ് മീനിങ്, അതിന് മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ അത് യോജിപ്പിച്ച് രണ്ട് വേർഡ്സ് തമ്മിൽ യോജിച്ചിരിക്കുന്നത് കൺജങ്ഷൻസ് വഴിയായിട്ടാണ്. അപ്പം ആൻഡ്, ബട്ട്, ഓർ, ബൈ ഇതൊക്കെയാണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ. കൺജങ്ഷൻസ് ആണ് ഇടയ്ക്ക് വരുന്നതെല്ലാം. ഇതിന് പ്രത്യേകിച്ച് മീനിങ് ഉള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ടോപ്പിക്. ദെൻ നമ്മുടെ PT3 എക്സാമിനുള്ള പോർഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ഇനി നിങ്ങളുടെ അടുത്താണ് ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. എല്ലാ നോട്ട്സും പഠിപ്പിക്കലും എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് ഇനി ചെയ്യേണ്ടത് കാര്യങ്ങൾ. സോ പ്രിപ്പയർ വെൽ.